മലയാള സിനിമ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു തരത്തിലുള്ള ജനപ്രവാഹമാണ് തിയേറ്ററുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്. തുടരും എന്ന മോഹൻലാൽ സിനിമയാണ് ഇതിന് ഒരു കാരണം. ഏപ്രിൽ 25 റിലീസ് ചെയ്ത ഈ സിനിമ ഒരു മാസത്തേക്ക് അടുക്കുമ്പോഴും റിലീസ് ദിവസത്തേക്കാൾ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞു കവിയുകയാണ്. നല്ല രീതിയിൽ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഏകദേശം 200 കോടി ക്ലബിൽ ഇടം നേടിക്കഴിഞ്ഞു തുടരും എന്ന് പറയുന്ന ഈ സിനിമ. അതുമാത്രമല്ല, കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടി കളക്ഷൻ ലഭിച്ച ആദ്യ സിനിമയായി തുടരും മാറി. പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച എമ്പുരാൻ ബോക്സ് ഓഫീസ് സൃഷ്ടിച്ച തരംഗത്തിന് പിന്നാലെയാണ് നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ തുടരും സിനിമയിലൂടെ നമ്മൾ കണ്ടത്. മോഹൻലാലിൻ്റെ ഒരു മായാജാലമാണ് ഇതിൽ കാണുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണം വാരി പടമായാണ് എമ്പുരാൻ തിയേറ്ററിൽ കുതിപ്പ് അവസാനിച്ചത്. ആ അവസാനിച്ചിടത്തു നിന്നാണ് തുടരും തുടങ്ങിയത്. എമ്പുരാൻ നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടരും തുടങ്ങിയെന്ന് നമുക്ക് പറയാം. ഇപ്പോഴിത് മറ്റൊരു റെക്കോർഡും കൂടി ഈ തുടരുൻ്റെ സിനിമയുടെ പേരിൽ വന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ? അത് വലിയ ഹൈപ്പിലും പ്രമോഷനിലും ക്വാളിറ്റി മേക്കിങ്ങിലും എത്തിയ എമ്പുരാന് പോലും തൊടാനാകാത്തിരുന്ന റെക്കോർഡാണ് തുടരും സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ഇതാണ്. അതായത് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിൽക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡാണ് തുടരും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ റെക്കോർഡ് സിനിമയ്ക്കായിരുന്നു അറിയും. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സിനിമ വലിയ താരപ്രഭ ഒന്നും വരാത്ത ഒരു സിനിമയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ 200 കോടി ക്ലബിലെത്തിയ സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പേരിലായിരുന്നു നേരത്തെ ആ റെക്കോർഡ്. ആ റെക്കോർഡാണ് ഇപ്പോൾ എമ്പുരാൻ കടത്തിവെട്ടിരുന്നത്. അതായത് ബുക്ക് മൈ ഷോയിൽ 43 ലക്ഷം ടിക്കറ്റുകളാണ് മഞ്ഞുമ്മൽ ബോയ്സ് വിറ്റത്. എന്നാൽ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടും മുമ്പ് 43,30,000 ടിക്കറ്റുകളാണ് തുടരും സിനിമയ്ക്ക് വിറ്റുപോയിട്ടുള്ളത്. വേനൽ അവധിക്കാലം, അതായത് കുട്ടികളുടെ അവധി കഴിയാൻ ഇനിയും 2 ആഴ്ച കൂടി ഉള്ളതിനാൽ തുടരും സിനിമ ഇനിയും തിയേറ്ററുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് തിയേറ്ററുകാർ പറയുന്നത്. എമ്പുരാനാണ് ഇപ്പോൾ ഈ ഓൾ ടൈം ലിസ്റ്റിൽ ഒരു 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് 37.5 ലക്ഷം ടിക്കറ്റുകൾ ആണ് ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ്റെ വിറ്റുപോയിട്ടുള്ളത്. 4-ാം സ്ഥാനത്തുള്ളത് ആവേശം 30 ലക്ഷം ടിക്കറ്റുകൾ. 5-ാം സ്ഥാനത്തുള്ളത് ആടുജീവിതം, അത് ഏകദേശം 29 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റത്. മോഹൻലാലിൻ്റെ കുടുംബ സിനിമ മികച്ച അഭിപ്രായം നേടിയാൽ തിയേറ്ററിൽ ആൾ നിറയും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ തുടരും എന്ന സിനിമയുടെ ഈ പ്രകടനം നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കളക്ഷന് നമുക്ക് ഇപ്പോൾ ഒരു കാൽക്കുലേഷനിൽ എത്താനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും നമുക്ക് ഒരാഴ്ചയിലെ കളക്ഷനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഏറ്റവും അധികം റിപ്പീറ്റ് ഓഡിയൻസിനെ നേടിയ ഒരു ചിത്രം കൂടിയാണ് തുടർ. അതായത് കണ്ടവർ തന്നെ പിന്നെ കാണുന്നു എന്ന് ഉള്ളത് ആണ് തുടരും എന്ന സിനിമയുടെ ഒരു വ്യത്യാസം. നിലവിലെ ഇതുപോലുള്ള ഈ കുതിപ്പ് തുടർന്നാൽ മഞ്ഞുമ്മലിനെ മറികടന്ന് തുടരും 2-ാം സ്ഥാനത്ത് എത്താനുള്ള തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിൽ ബെൻസ് അഥവാ ഷൺമുഖ എന്ന ടാക്സി ഡ്രൈവറായാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എത്തുന്നത്. അത് കൂടാതെ മോഹൻലാലെ കൂടാതെ ശോഭന ഉണ്ട്. പിന്നെ അടിപൊളി ഒരു വില്ലനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ട സിനിമ തന്നെയാണ് തിയേറ്ററിൽ പോയിട്ട്. അതുകൂടാതെ KR സുനിലിൻ്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും പിന്നെ KR സുനിലും ചേർന്നാണ് 2 പേരുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചിപ്പിയുടെ ഭർത്താവായ M രഞ്ജിത്താണ് ഇതിൻ്റെ ഒരു നിർമ്മാണവും നിർമ്മിച്ചത്. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരട്ടെ ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരട്ടെ. മലയാള സിനിമാ വ്യവസായം ആഗോള നിലവാരത്തിലേക്ക് ഉയരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.